കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്ന് തെന്നിന്ത്യ സഭ ധ്യാനിക്കുന്ന ചിന്താവിഷയം ഭിന്നശേഷി പരിചരണവും കരുതലും എന്നുള്ളതാണ്. ഡിസേബിലിറ്റി കെയർ ആൻഡ് ഹോണർ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. സമൂഹത്തിൽ ഭിന്നശേഷിക്കാരായ ഒരുപാട് മനുഷ്യരെ നമുക്ക് ചുറ്റും കാണാം. ശാരീരികമായിട്ടുള്ള ഭിന്നശേഷി, മാനസികമായ വെല്ലുവിളികൾ നേരിടുന്നവർ, അതുപോലെ വിവിധ തരത്തിൽ കരുതൽ ആവശ്യമുള്ള ആളുകൾ നമ്മുടെ മധ്യയുണ്ട്. ഡിസേബിലിറ്റി എന്നുള്ള വാക്ക് ഒരു പഴഞ്ചൻ ശൈലിയായിട്ട് ഇന്ന് കരുതുന്നുണ്ട്. കാരണം ആരും ഡിസേബിൾഡ് ആയിട്ടില്ല, മറിച്ച് കുറച്ചുകൂടെ അവർക്ക് അന്തസ്സ് നൽകുന്ന തരത്തിൽ ഡിഫറൻ്റ്ലി ഏബിൾ, മറ്റു തരത്തിൽ കഴിവുള്ളവർ, അന്യത കഴിവുള്ളവർ, അല്ലെങ്കിൽ അതർവൈസ്ലി ഏബിൾഡ്, മറ്റു തരത്തിലുള്ള കഴിവുള്ളവർ എന്ന വാക്കുകളാണ് ഇന്ന് ഉപയോഗിക്കാറ്. അല്ലെങ്കിൽ ഫിസിക്കലി ചാലഞ്ച്ഡ്, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെയാണ് കുറച്ച് മാന്യത നൽകുന്ന പദങ്ങൾ. ഡിസേബിൾ എന്ന് നമ്മൾ ഇന്ന് ആരെയും വിളിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഇത്തരം ആളുകളുടെ ജീവിതം ഇന്നും ദുരിതാവസ്ഥയിൽ തന്നെയാണ് എന്ന് നമുക്കറിയാം. അവരുടെ ജീവിതം ഒരുപക്ഷെ യാചകരായിട്ടോ അല്ലെങ്കിൽ തെരുവിലോ അങ്ങനെ സമൂഹത്തിന് വെളിയിലേക്ക് കടന്നു പോകാൻ നിർബന്ധിക്കപ്പെടുന്ന ആളുകളാണ് ഒരുപറ്റം ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ. പക്ഷേ അവർക്ക് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള അന്തസ്സ്, ഹ്യൂമൻ ഡിഗ്നിറ്റി നൽകുക എന്നുള്ളതാണ് ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന സഭയുടെ മുഖ്യ ദൗത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഡിസേബിൾഡായിട്ട് ആരുമില്ല, പക്ഷേ മറ്റു തരത്തിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളാണ് എന്നുള്ള നിലയിൽ നമ്മൾ അവരെ കരുതുമ്പോൾ ഒരല്പം ഡിഗ്നിറ്റി, ഹ്യൂമൻ ഡിഗ്നിറ്റി, മനുഷ്യ അന്തസ്സ് നമ്മൾ അവർക്ക് പകർന്ന് നൽകുകയാണ് ചെയ്യുക. അതിനായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പാഠഭാഗങ്ങൾ 1-2 ശമൂവേൽ 9-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള ഭാഗങ്ങളാണ് പഴയ നിയമത്തിൽ നിന്ന്. അതുപോലെ അപ്പോസ്തല പ്രവർത്തികൾ 9-ാം അധ്യായം 32 മുതൽ 35 വരെയുള്ള പാഠഭാഗമാണ്. വിശുദ്ധ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള പാഠഭാഗങ്ങളാണ് ഈ ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് നമുക്ക് തിരുസഭ നൽകിയിരിക്കുന്നത്. ഒന്നാമതായിട്ട് പഴയ നിയമത്തിൽ നിന്ന് നാം ധ്യാനിക്കുമ്പോൾ ദാവീദ് അന്വേഷിക്കുകയാണ് തൻ്റെ സഹോദരനായിട്ടുള്ള, സ്നേഹിതനായിട്ടുള്ള യോനാഥൻ്റെ തലമുറയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. യോനാഥൻ എന്ന് പറയുന്ന വ്യക്തി ദാവീദിൻ്റെ പത്നിയുടെ സഹോദരനാണ്, അളിയനാണ് യോനാഥൻ എന്ന് പറയുന്ന വ്യക്തി. ശൗലിൻ്റെ മകനാണ്. പക്ഷേ ആ കുടുംബം മുഴുവനും കുറ്റിയേറ്റുപോയി വിവിധ കാരണങ്ങളിലൂടെ, യുദ്ധങ്ങളിലൂടെയെല്ലാം. അപ്പോൾ ദാവീദ് തുടർന്നു അന്വേഷിക്കുകയാണ്, ആരെങ്കിലും ഉണ്ടോ, അവശേഷിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം. ആ ഒരു അന്വേഷണം എന്ന് പറയുന്നത് ആവശ്യത്തിലിരിക്കുന്ന ആളുകളെ സഹായിക്കാൻ തനിക്കൊരു കൈ നീട്ടുവാനായിട്ട് സാധിക്കുമോ എന്നുള്ള ഒരു അന്വേഷണമായിരുന്നു അത്. അപ്പോഴാണ് ഒരു ഭൃത്യൻ പറയുന്നത്, 2 കാലുകൾക്ക് മുടന്തുള്ള യോനാഥൻ്റെ ഒരു മകനുണ്ട് എന്ന് ദാവീദിനോട് പറയുന്നത്. അവൻ്റെ പേര് മെഫിബോസേത്ത് എന്നാണ്. മെഫിബോസേത്ത് എന്നുള്ളതാണ് അവൻ്റെ പേര്. ദാവീദ് വളരെ താല്പര്യത്തോടു കൂടി ചോദിക്കുകയാണ്, അവൻ എവിടെയാണ് ഉള്ളത് എന്ന്. അപ്പോൾ ഭൃത്യൻ്റെ മറുപടി, ലോദേബാരിൽ അമിയേലിൻ്റെ മകനായ മാഖീരിൻ്റെ വീട്ടിലുണ്ട് എന്ന് രാജാവിനെ ഉണർത്തിക്കുകയാണ് ഈ സേവകൻ. ഉടനെ ദാവീദ് അവനെ തൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തിക്കുവാനായിട്ട് പറഞ്ഞു. അങ്ങനെ അവൻ്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്ന ദാവീദിൻ്റെ മുമ്പിൽ ഈ യോനാഥൻ്റെ മകനായ മെഫിബോസേത്ത് വീണ്ടും നമസ്കരിച്ചു. ദാവീദ് അവനെ പേര് ചൊല്ലി വിളിക്കുകയാണ്. മെഫിബോസേത്തെ എന്ന് വിളിച്ചതിന് അടിയൻ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ്റെ പേര് ചൊല്ലി വിളിക്കുക എന്ന് പറയുന്നതിൽ തന്നെ ഒരു പരിഗണന, ഒരു മാന്യത അവൻ നൽകുന്നുണ്ട്. അവൻ്റെ 2 കാലുകളും തളർന്ന ഒരു ജീവച്ഛവമായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. എങ്കിലും അവൻ്റെ പേര് വിളിക്കുമ്പോൾ, ഒരു മഹാരാജാവ് അവൻ്റെ പേര് വിളിച്ച് അവനെ സ്വീകരിക്കുമ്പോൾ അവന് മാന്യത, വ്യക്തിത്വം, ഒരു ഐഡൻറ്റിറ്റി നൽകുകയാണ്. നഷ്ടപ്പെട്ടു പോയ ഒരു ഭിന്നശേഷിക്കാരൻ എന്നുള്ളതിനേക്കാൾ ഉപരി അവൻ്റെ പേര് വിളിക്കുമ്പോൾ ഒരു പ്രത്യേക അവൻ്റേതായ ഐഡൻറ്റിറ്റി, ഹ്യൂമൻ ഐഡൻറ്റിറ്റി നൽകുകയാണ് രാജാവ് ഇവിടെ. അവൻ
അടിയൻ ഇതാ എന്ന് പറഞ്ഞു. ദാവീദ് അവനോട്, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാൻ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ വലിയപ്പനായ ശൗലിൻ്റെ നിലമൊക്കെയും നിനക്ക് മടക്കിത്തരുന്നു. നീയോ നിത്യവും എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കൂ, ഇങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ സ്വീകരിക്കേണ്ട കാര്യം ദാവീദിനില്ല. മഹാരാജാവാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. പക്ഷേ ദാവീദിൻ്റെ ആ ദയ, അതുപോലെ തന്നെ ദാവീദിൻ്റെ മാന്യത, ഇതെല്ലാം ഈ കുട്ടിയെ പരിഗണിക്കുന്നതിൽ അവനെ കൂടുതലായിട്ട് ശക്തീകരിക്കുകയാണ് ചെയ്യുന്നത്. യോനാഥൻ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിൻ്റെ വലിയപ്പനായ ശൗലിൻ്റെ നിലമൊക്കെയും ഞാൻ നിനക്ക് മടക്കി തരാമെന്ന് പറയുകയാണ്. ഭൂസ്വത്തെല്ലാം അവന് തിരിച്ചു കൊടുക്കുകയാണ്. അതുമാത്രമല്ല, നീയോ നിത്യവും എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കൊള്ളണമെന്ന് പറയുമ്പോൾ രാജാവിൻ്റെ തുല്യ പദവിയിലേക്ക് അവനെ കൊണ്ടുവരികയാണ്. അന്നത്തെ കാലത്തൊക്കെ ഇന്നും നമ്മൾ ഒരു വ്യക്തിയെ വിളിച്ച് നമ്മുടെ തീന്മേശയിൽ ഇരുത്തണമെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള വ്യക്തികളെ നമ്മുടെ കൂടെ ഭക്ഷണത്തിനായിട്ട് നമ്മൾ ഇരുത്തുള്ളൂ. ആ പരിഗണന നൽകുന്ന വ്യക്തികളെ മാത്രമേ ഉള്ളൂ. അപ്പോൾ രാജാവിൻ്റെ കൊട്ടാരത്തിൽ അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ തീന്മേശയിൽ അവനും ഒരു ഇരിപ്പിടം നൽകുക എന്ന് പറയുമ്പോൾ തൻ്റെ ആ പദവിയിലേക്ക്, കുടുംബത്തിൻ്റേതായ പദവിയിലേക്ക് ഈ ചെറുപ്പക്കാരനെ ദാവീദ് തിരിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അത് വാസ്തവത്തിൽ ഒരു മനുഷ്യ അന്തസ്സ് തിരികെ നൽകുന്ന ഒരു വലിയ വിപ്ലവകരമായിട്ടുള്ള ഒരു നടപടിയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അവരെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അവരൊരു ഈക്വൽ സ്റ്റാറ്റസിലേക്ക്, തുല്യമായ പദവിയിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് സഭയായിട്ടും ഇത്തരത്തിലുള്ള നമ്മുടെ സഹോദരങ്ങളോട് നമുക്ക് ചെയ്യുവാനുള്ളത്. മറ്റൊന്ന്, സമഗ്രമായ പൂർണ്ണതയിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളത്, ടോട്ടൽ ഇൻറ്റഗ്രിറ്റി. അതാണ് സുവിശേഷ പാഠഭാഗത്ത് നാം കാണുക. യേശുക്രിസ്തു ദേവാലയത്തിൽ ചെല്ലുകയാണ്. അതുപോലെ യേശു ദേവാലയത്തിൽ ചെന്നു എന്ന് പറയുന്നു. അവിടെ കാണുന്നത് കൈകൾ കുറുകിയ ഒരു മനുഷ്യൻ, ശോഷിച്ച കൈകളുള്ള ഒരു മനുഷ്യനാണ്. എന്നാൽ രോഗാതുരമായിട്ടുള്ള ആളുകളുണ്ട്. അവരെ പുരോഹിതന്മാരും മത നേതാക്കന്മാരുമായിരുന്നു. അവർ നോക്കുന്നത് ഈ ശബ്ബത്തിൽ യേശു ഈ വ്യക്തിയെ സൗഖ്യം നൽകുമോ എന്നുള്ളതാണ്. കുറ്റം ചുമത്താൻ വേണ്ടി നോക്കിയിരിക്കുക. ഈ ശോഷിച്ച കരങ്ങളുള്ള മനുഷ്യനോട് കർത്താവ് പറയുന്നത് എഴുന്നേറ്റ് നടുവിൽ നിൽക്കുക എന്നാണ്. എന്നിട്ട് ഈ പുരോഹിത വർഗത്തോട് ചോദിക്കുന്നത്, ശബ്ബത്തിൽ നന്മ ചെയ്യുന്നതാണോ നല്ലത്, അതോ തിന്മ ചെയ്യുകയോ? ഒരു ജീവനെ രക്ഷിക്കുന്നതാണോ നല്ലത്, അതോ ഒരു ജീവനെ നശിപ്പിക്കുന്നതാണോ എന്ന് നിയമാനുസൃതം എന്ന് അവരോട് ചോദിച്ച സമയത്ത് അവരൊന്നും മിണ്ടുന്നില്ല. യേശുവിൻ്റെ ഹൃദയത്തിൽ കോപവും ദുഃഖവും എല്ലാം ഘനീഭവിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. 5-ാമത്തെ വചനത്തിൽ പറയുന്നു, അവരുടെ ഹൃദയകാഠിന്യം നിമിത്തം ദുഃഖിച്ച് അവൻ കോപത്തോടെ അവരെ ചുറ്റും നോക്കിയിട്ട് ആ മനുഷ്യനോട് കരങ്ങൾ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ കരങ്ങൾ നീട്ടി, അവൻ്റെ കൈകൾ സൗഖ്യമായി എന്ന് പറയുന്നു. അപ്പോൾ ഇത് വാസ്തവത്തിൽ ധാർമ്മിക രോഷത്തിലേക്ക് യേശുവിനെ നയിച്ചു. ഈ മനുഷ്യരുടെ എത്ര കഠിനമായ ഹൃദയമാണ് ഈ മനുഷ്യർക്കുള്ളത്. ശവത്തിൽ സൗഖ്യമാക്കുന്ന തെറ്റാണ്, അത് യേശു ചെയ്യുന്നുണ്ടോ എന്നെല്ലാം നോക്കിയിരിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ കരങ്ങൾ ജീവൻ സമ്പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടുന്നതല്ല അവരുടെ കാര്യം, മറിച്ച് നിയമങ്ങൾ കർശനമായിട്ട് പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതൊരു മനുഷ്യത്വമില്ലാത്ത നിയമത്തിൻ്റെ അനുസരണമാണ് നമ്മളിവിടെ കാണുക. പക്ഷേ യേശു അതിനെ അതിലംഘിക്കുന്നു. അവൻ്റെ കരങ്ങൾ സൗഖ്യമായി. ഉടനെ പരീശന്മാർ പുറപ്പെട്ട് അവനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ഹെരോദ്യരുമായി കൂടിയാലോചിച്ചു എന്നാണ് തിരുവചനം പറയുന്നത്. അപ്പോൾ നോക്കൂ, ഇവിടെ സൗഖ്യം വേണ്ടത് ആർക്കാണ്? സൗഖ്യം വേണ്ടത് വാസ്തവത്തിൽ ഈ മനുഷ്യന് ശാരീരികമായ സൗഖ്യമാണ് നൽകി. പക്ഷേ ഭിന്നശേഷിക്കാരായിട്ടുള്ള, മാനസികമായിട്ട് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ, മാനസികമായിട്ട് പൂർണ്ണതയിലേക്ക് വരാത്ത ആളുകളായിരുന്നു അന്നത്തെ മത നേതൃത്വം എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കർത്താവിൽ പ്രിയമുള്ളവരെ, നമുക്ക് ചുറ്റുമുള്ള ഭിന്നശേഷിക്കാരെ നമ്മൾ ദൈന്യതയോടുകൂടെ നോക്കിക്കൊണ്ട് നമ്മൾ എറിഞ്ഞു കൊടുക്കുന്ന നാണയത്തുട്ടുകളല്ല അവർക്ക് ആവശ്യം. അവരെ നമ്മൾ യാചകരാക്കി മാറ്റേണ്ടവരല്ല, മറിച്ച് മനുഷ്യാന്തസ്സോടുകൂടെ തുല്യ പരിഗണനയും
തുല്യ നീതിയും തുല്യ പരിചരണവും നൽകേണ്ട പൂർണ്ണമായ മനുഷ്യത്വത്തിലേക്ക് അവരെ നയിക്കേണ്ട ചുമതല ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന തിരുസഭയ്ക്കാണ്. അതിനായിട്ട് കർത്താവിൻ്റെ ആത്മാവ് തിരുസഭയെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. സ്നേഹവാനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങൾക്ക് ചുറ്റും ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ടല്ലോ. മാനസികമായ വെല്ലുവിളികൾ നേരിടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. കർത്താവേ, അവരെ ദൈന്യതയോടെ നോക്കുവാനല്ല, മറിച്ച് മനുഷ്യ അന്തസ്സ് നൽകിക്കൊണ്ട് അവരെ പരിചരിക്കുവാൻ, അവരെ കരുതുവാൻ തിരുസഭയ്ക്ക് അവിടുന്ന് കൃപ നൽകണമെന്ന് മിശിഹ മൂലം പ്രാർത്ഥിക്കുമ്പോൾ കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ.